ഹലോ ഫ്രണ്ട്സ്, മലയാളം ബിഗ് ബോസ് സീസൺ 7 ലാലേട്ടൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇന്ന് ആദ്യം തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ മാസ് എൻട്രിയാണ് കേട്ടോ. കുറേ റോസ് കളറിലെ പൂക്കളൊക്കെ ആയിട്ടുള്ള അടിപൊളി ഷർട്ടും പിന്നെ അതുപോലെ തന്നെ മുണ്ടും ഒക്കെ ആയിട്ട് നല്ല സൂപ്പർ ഒരു എൻട്രി ആയിരുന്നു ലാലേട്ടൻ്റെ. വന്നോണ്ട് തന്നെ ലാലേട്ടൻ പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയാണ് സംഭവിച്ചത് നമുക്ക് കാണാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്ത് പറയാം. നമ്മുടെ അനീസും ഷാനവാസും തമ്മിൽ ബാൻഡിന് വേണ്ടിയിട്ടുള്ള ഫൈറ്റ്, പിന്നെ അതിൻ്റെ ഫോം ഏറ്റുവാങ്ങിയിട്ടുള്ള ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ഇല്ലേ, അതിൽ ഏറ്റവും കൂടുതൽ ഫോം കിട്ടിയത് നമ്മുടെ അനീഷാണ്. അങ്ങനെ അനീസ് ഫസ്റ്റ് ക്യാപ്റ്റനായി. പിന്നെ അപ്പാനി അനീഷും കൂടെ ഗുഡ് മോർണിംഗിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള വഴക്ക്, പിന്നെ അനു ഡോക്ടേഴ്സിനെ ഇൻസൾട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു വഴക്ക്, പിന്നെ പണിപ്പുരയുടെ ടാസ്ക്, അവർക്ക് ഓരോ ഐറ്റംസും കളക്ട് ചെയ്യാൻ പറ്റിയില്ല, പിന്നെ പുകഞ്ഞ ഉള്ളി പുറത്തെന്ന് പറഞ്ഞിട്ടുള്ള വീക്ക്ലി ടാസ്ക്, പിന്നെ എന്താ നവീൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് എൻ്റെ ഡ്രസ്സ് വേണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പിന്നെ രേണു സുധിയും അക്ബറും തമ്മിൽ നല്ലൊരു വഴക്ക്, അതായത് മറ്റേ ഒരു പേരിടുന്ന പേര് പറഞ്ഞിട്ട് അതിൻ്റെ വഴക്കും, പിന്നെ വാക്പോര്, പിന്നെ ഭാഗ്യത്തിൻ്റെ പണപ്പെട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക്, പിന്നെ ബിൻസി ഷാനവാസ് അവർ തമ്മിലുള്ള വാക്ക് തർക്കം, പിന്നെ നമ്മുടെ നീലും രേണു ഫാത്തിമയും കൂടെ ആൽഫജൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ വഴക്ക്, പിന്നെ നവീൻ ബിൻസി ആയിട്ട് ഉള്ള വഴക്ക്, ആ ടാസ്ക് ഉണ്ടല്ലോ എന്താണ് പുകഞ്ഞ കൊള്ളി പുറത്ത് എന്നുള്ള ആ ടാസ്കിൻ്റെ പേര് പറഞ്ഞിട്ടുള്ള വഴക്ക്, പിന്നെ പാവക്കൂത്ത് അത് ക്യാപ്റ്റൻസി ടാസ്ക്, അതിന് ലാസ്റ്റ് നമ്മുടെ ഷാനവാസ് ജയിച്ചു. അപ്പോൾ ഇത്രയും വരെയാണ് കഴിഞ്ഞ ഈ ഒരു ഫസ്റ്റ് വീക്കിൽ നടന്ന സംഭവങ്ങൾ. അതെല്ലാം കൂടെ ടോട്ടലായിട്ട് അവരിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം രാവിലെ നടന്ന സംഭവം പിന്നെ കാണിക്കുകയാണ്. അനുമോളും ശരത്തുമാണല്ലോ ജയിലിലുള്ളത്, അവർക്ക് വാഷ്റൂം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അനുമോൾ രാവിലെ ഭയങ്കര ബ്രഷിങ്ങാണ് കേട്ടോ. അപ്പോൾ അനീഷ് തൊട്ട് അങ്ങനെ ചെയ്യരുത്, ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അനീഷ് പറഞ്ഞു കിടക്കണം. താന്ന് മിണ്ടായിരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ അനു ഭയങ്കരമായിട്ട് ബ്രഷിങ്, തലമണ്ടക്കിട്ട് ഒറ്റ അടി വെച്ച് തന്നാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു കുപ്പിയൊക്കെ എടുത്തിട്ട് അടിക്കാനും ഓങ്ങുമൊക്കെ ചെയ്യേണ്ട കേട്ടോ. അപ്പം അനു ഒരു തവണ പറഞ്ഞല്ലോ ശരിയല്ലെന്ന്, പിന്നെ ഇതിനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് അനു പറയാണ്. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരണ്ട് എൻ്റെ മുന്നിൽ നിന്നൊക്കെ പറഞ്ഞിട്ടാണ് അനു ചീത്ത പറഞ്ഞത്. അനീഷ് ശരിയല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞ് പുറകെ ആക്കണം. പിന്നെ അതിന് അടുത്ത സീനിൽ അനീഷ് ഷാനവാസിനെ പറഞ്ഞു. ഷാനവാസ് എന്ത് ചെയ്തു, ഈ ജയിലിൻ്റെ താക്കോൽ പുള്ളി കൈക്കലാക്കി. അപ്പോൾ നീ ചെറ്റത്തരാണ് നീ ചെയ്യുന്നത്, കീ മര്യാദക്ക് തന്നോ, വേറൊരാളുടെ എന്താണ് ഇത് കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബിൻസി ക്യാപ്റ്റൻ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടല്ലേ കീ പോയതെന്ന് പറയാം. അപ്പം നമ്മുടെ ശാരിക പറഞ്ഞാൽ അത് റൂൾസിനെതിരല്ലേ അങ്ങനെ കീ ആയിട്ട് നടക്കുന്നത് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ സീനൊക്കെ അവിടെ നടക്കുന്ന സമയത്ത് നവീൻ പോയിട്ട് നമ്മുടെ അനു ജയിലിനകത്ത് നിൽക്കുന്നുണ്ട്. അനിയന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം എഗെയിൻസ്റ്റ് റൂളാണ് കേട്ടോ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യണം മുഴുവൻ. അതിൻ്റെക്ക് നമ്മുടെ അപ്പാനി ശരത്ത് അതിലൂടെയൊക്കെ നടക്കും, ജയിൽ പുള്ളിയാണ് അതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതെല്ലാം എന്താ പറയുക, എഗെയിൻസ്റ്റ് റൂൾസാണ് കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അനീഷ് ഷാനവാസ് അവർ തമ്മിലുള്ള സംസാരം, മറ്റുള്ളവരുടെ അവസരങ്ങൾ മോഷ്ടിക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അനീഷ് ഷാനവാസുമായിട്ട് വഴക്കുണ്ടായിരുന്നു. ലാസ്റ്റ് ഷാനവാസിന് തന്നെ എന്തോ പന്തിയോട് പറഞ്ഞു, കുഴപ്പമില്ല ഞാൻ അതൊക്കെ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് വേഗം തിരിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ജയിൽ പുള്ളികൾക്കുള്ള ഭക്ഷണമുണ്ട്, ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ. അത് ഇഡ്ഡലിയും ചമ്മന്തി അവിടെ ജയിലിൻ്റെ സൈഡിൽ വരുന്ന എല്ലാവരുടെയും വായിൽ ഓരോന്ന് വെച്ച് കൊടുക്കേണ്ട, ഇവരും കഴിക്കേണ്ട, അങ്ങനത്തെ ഒരു ജയിൽ ടാസ്ക്. അത് കഴിഞ്ഞപ്പോഴേക്കും അനൗൺസ്മെൻറ്റ് വന്നു, ബിഗ് ബോസിൻ്റെ ജയിൽ ടാസ്ക് ഫിനിഷായി, ഇവർക്ക് റിലീസ് ആവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് നിർത്തി. പിന്നെ അതിന് കണ്ടസ്റ്റൻസിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ വീക്കിലി എപ്പിസോഡിനുള്ള ഡ്രസ്സ് വന്നിട്ടുണ്ട്. പിന്നെ അവർക്ക് അവിടുത്തെ ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് അവർക്ക് മേക്കപ്പ് ഇടാനുള്ള എല്ലാ ചാൻസസും കൊടുത്തു. അങ്ങനെ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ലാലേട്ടൻ വന്നിട്ട്, ലാലേട്ടൻ വരുമ്പോഴേക്കും എല്ലാവരും വേണ്ടിയിട്ട് ഭയങ്കര ക്ലാപ്പിംഗ് ഒക്കെയാണ്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഫസ്റ്റ് ടൈമാണല്ലോ ലാലേട്ടൻ ഇങ്ങനെ കാണുന്നത്. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച എന്ന് വെച്ചപ്പോൾ നൈസ് ലാലേട്ടാ നൈസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ വിചാരിച്ച പോലെ ആയിരുന്നോ, പണി കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ ഭയങ്കര പണിയായിരുന്നു, നിങ്ങൾക്ക് ഭക്ഷണമൊക്കെ ആവശ്യത്തിനുണ്ടായിരുന്നില്ലേ, അയ്യോ ഭക്ഷണമൊന്നും ഇല്ല എന്ന് നവീൻ പറയാൻ കേട്ടോ. എല്ലാവരും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പം പിന്നെന്താ പണിപ്പുരയിൽ അപ്പോൾ പണിപ്പുര എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ, അയ്യോ 7ൻ്റെ പണി തന്നെ നിറച്ച് പണിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ലാലേട്ടൻ പറയും, അതിന് ഇതൊക്കെ എന്ത് പണി, ഇനി വരാനിരിക്കുന്നല്ലേ, പണിപ്പുര നിറച്ച് പണിയാണ്, ഇതൊക്കെ വെറും ഒന്നുമല്ല, തുടക്കം പോലും ആയിട്ടില്ല എന്നൊക്കെ പറയാണ്. പിന്നെ എന്നിട്ട് ലാലേട്ടൻ പറയാം, പണിപ്പുരനെ പറ്റി എന്താ വിചാരിച്ചത് എന്ന് വെച്ചാൽ, നമ്മൾ വിചാരിച്ച പോലെ നല്ലെന്ന് പറഞ്ഞിട്ടോ. അപ്പം എന്താ വിചാരിച്ചത്, നിങ്ങൾ പറയണ പോലെയൊക്കെ നമ്മൾ ചെയ്തു തരുമെന്നാണ് വിചാരിച്ചതെന്നൊക്കെ ചോദിക്കണം.
അത് കഴിഞ്ഞിട്ടും മറ്റേ അക്ബറിനടുത്ത് ചോദിക്കുന്നു, അവരാണല്ലോ ഫസ്റ്റ്, അക്ബറും പിന്നെ നമ്മുടെ നൂറ്, ആദില, അവരാണ് ഫസ്റ്റ് പണിപ്പുരയിൽ പോയി സാധനങ്ങൾ എടുക്കാൻ പോയത് ലക്ഷറി ടാസ്കിന് വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് എടുക്കാൻ പോയിട്ടെന്ന് ചോദിച്ചാൽ, അപ്പം ഒന്നും എടുക്കാൻ പറ്റിയില്ല, ടൈം ഔട്ടായി എന്ന് പറഞ്ഞു. ടൈം കഴിഞ്ഞ ശേഷമല്ലോ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ അഖിൽ, ഐ മീൻ അക്ബർ പറയാണ്, ആക്രാന്തം കാണിച്ച് വിചാരിച്ച പോലെ നമുക്കൊന്നും എടുക്കാൻ പറ്റിയില്ല, ഓവർ പ്ലാനിങ് ആയി എന്നൊക്കെ നമ്മൾ നൂറയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞു, പണിപ്പുര പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെയാണ്, അവരൊക്കെ ഒന്ന് കൈവെക്കുമെന്ന് പറഞ്ഞു. അപ്പം ഭയങ്കര കുറച്ച് പേര് കൈ പൊക്കുന്നു, കുറച്ച് പേര് കൈ താത്തിയിടുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ. അതിൻ്റെ ലാസ്റ്റ് പറഞ്ഞു, പണിപ്പുരയിൽ പോകാൻ ആഗ്രഹമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ പറ, അവർക്കൊരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് വേഗം ഞാൻ കൈ പൊക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പോകാൻ ആഗ്രഹമില്ല, അങ്ങനെയല്ല, സമ്മാനം കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ കൈ പൊക്കിയാന്ന് പറഞ്ഞു. എന്നാൽ സമ്മാനം എന്ന് വെച്ചാൽ ഈ സീസണിൽ ഫുൾ നിങ്ങൾക്ക് പണിപ്പുരയിൽ പോകാനേ പറ്റില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സാധനം അവിടെ കയറി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ് അവയും തലയ്ക്ക് എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് സ്റ്റോർ റൂമിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പം ഗിഫ്റ്റ് പോയി നമ്മുടെ അനീഷ് എടുത്തുകൊണ്ട് വന്നു. അത് അതിൻ്റെ ഇടയ്ക്ക് അനീഷ് വല്ല പണിയാണ് ഈശ്വരാന്ന് ചോദിക്കേണ്ടത്. അപ്പോഴേക്കും കുറച്ച് റവ കൊടുത്തു, ഇവർക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും റവ കുറച്ച് കൊടുത്തു. പിന്നെ ലാലേട്ടൻ പറഞ്ഞു, ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഒളിച്ചൊക്കെ നിൽക്കുന്നുണ്ട്, പുറത്തേക്കൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകുന്നത് ആരെ പറ്റിയാണ് പറയുന്നത് ആർക്കും അറിയില്ലോ. പറഞ്ഞു, മറ്റേ ഓണിയിൽ സാബു എന്താ ഒളിച്ച് നിൽക്കുവാണോ എന്ന് ചോദിച്ചു. അല്ലല്ല, ഞാൻ 20 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ, അപ്പോൾ അതിനകത്ത് പെട്ടുപോയി. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണോ അവിടെ എന്ന് ചോദിച്ചു. പിന്നെ അതുപോലെ കാണാത്ത ആൾക്കാർ ശാരിക, ബിൻസി, രഞ്ജിത്ത്, ശൈത്യ, ഇവരൊന്നും കാണുന്നില്ല, ഇവരൊക്കെ കിച്ചണിൽ തന്നെ നിൽക്കുവാണോ എന്ന് ചോദിക്കും. അപ്പം കിച്ചണിൽ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ, അപ്പം നമുക്ക് പെട്ടെന്ന് മറ്റേതിനകത്തൊന്നും ഇടപെടാൻ പറ്റില്ല. അപ്പോൾ രഞ്ജിത്ത് പറഞ്ഞ്, ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുമ്പോൾ പോയി ഇടപെട്ടിട്ട് പോയി കഞ്ഞിയൊക്കെ ഇളക്കും, അല്ലെങ്കിൽ ദോശ മറിച്ചിടുകയൊക്കെ ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പം പറഞ്ഞു, അടുക്കള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊണ്ട് അടുക്കാനുള്ള ഒരു കളം അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ലാലേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കുന്ന അടുക്കളയിലാണ്. അപ്പോൾ അടുക്കള അങ്ങനെ ഉപയോഗിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റേ റെന ഫാത്തിമയും ഒനിയിലും കൂടെ എന്തായിരുന്നു പ്രശ്നം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ റെന ഫാത്തിമ പറഞ്ഞു, അതൊരു ഫേവററ്റിസമാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഒനിയിൽ പറഞ്ഞ, അങ്ങനെയില്ല, ഞങ്ങളാണ് മറ്റേ കിച്ചണിൻ്റെ ആൾക്കാർ, അപ്പോൾ അത് ആവശ്യമില്ലാതെ ഇടപെട്ടതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മറ്റേ റെന പറഞ്ഞു, ഞാൻ കുറച്ച് ഉള്ളിയ ദോശയിലിട്ടാൽ ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ നീ പറഞ്ഞാൽ ചെയ്യില്ല എന്ന് ഒനിയിൽ പറഞ്ഞു. പിന്നെ ഗസയിലിട്ടപ്പോൾ ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് സംസാരമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് ലാലേട്ടൻ പറഞ്ഞു, അയൽക്കൂട്ടം ഒക്കെ ഇവിടെ കേട്ടല്ലോ എന്ന് പറയുന്നത്. നമ്മുടെ അപ്പാനി അക്ബറും അവർ രണ്ടും കൂടെ ചേർന്ന് ഗ്രൂപ്പായിട്ടില്ലേ, നിങ്ങൾ ഗ്രൂപ്പ് കളിക്കുകയാണെന്ന് വെച്ചപ്പോൾ അങ്ങനെ ഗ്രൂപ്പൊന്നുമല്ല, അത്യാവശ്യം ടാസ്ക് ഒക്കെ വരുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് തന്നെയാണ്, നമ്മൾ ജസ്റ്റ് അങ്ങനെ ചേർന്ന് ഇത് പറഞ്ഞു, അയൽക്കൂട്ടം ഞങ്ങളല്ല, മറ്റേ അനു ആണെന്ന് പറഞ്ഞു. അനു ഞാനൊരു ഗ്രൂപ്പിലും പെട്ട ആളൊന്നുമല്ല, എനിക്ക് അയൽക്കൂട്ടമൊന്നുമില്ല, എനിക്ക് ഗ്രൂപ്പൊന്നുമില്ല, ഇവരാണ് ഗ്രൂപ്പായിട്ട് കളിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അനുവും പറയുന്നുണ്ട്. രഞ്ജിത്ത് പറയണ്ട, ജയിലിൽ വന്നപ്പോൾ കണ്ട് ഈ ഗ്യാങ്ങൊക്കെ ഒരൊറ്റ മനുഷ്യൻ ഗ്യാങ്ങിൻ്റെ ഒറ്റ ആൾക്കാർ എടുക്കുന്നില്ല ജയിലിൽ വന്നപ്പോൾ, അതെല്ലാം അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ റിസ്റ്റ് ബാൻഡ് ആരുടെ കയ്യിലാണ്, ആർക്കും കൈമാറാതെ ആരുടെ കയ്യിലായിരുന്നെന്ന് വെച്ചപ്പം അത് ആര്യൻ്റെ കയ്യിൽ ഇപ്പോഴും റിസ്റ്റ് ബാൻഡ് ഉണ്ട്. അപ്പം വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു. പിന്നെ ഈ റിസ്റ്റ് ബാൻഡ് ഇത് മാത്രമല്ല, ഇനിയും കുറേ ബെനിഫിറ്റ്സ് വരാനുണ്ട്, അതിനെപ്പറ്റിയുള്ള കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ വരുന്ന ദിവസങ്ങളിലൊക്കെ അറിയാൻ പോകുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ താങ്ക് യു ലാലേട്ടാ എന്നൊക്കെ പറഞ്ഞാൽ ആര്യനിരിക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഗസലിൻ്റെ അടുത്ത് ചോദിച്ചു, ഗസൽ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ തിരിച്ചു കൊടുത്തോ എന്ന് ചോദിച്ചു. ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു. ഫസ്റ്റ് ടൈം തന്നെ കൊടുത്തോ? ഇല്ല, സെക്കൻഡ് ടൈം കൊടുത്തോ? അല്ല, തേർഡ് ടൈം കൊടുത്തു. തേർഡ് ടൈം? അത് ശരി. അപ്പോൾ പറഞ്ഞു, അത് ശരിയല്ലല്ലോ, വേറെ ആരും ഇവിടെ യൂസ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്താ ഗസല്ല, റൂൾസ് ആണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ റൂൾസ്, അല്ലാണ്ട് ഒരാൾക്ക് മാത്രം ഒരു സെപ്പറേറ്റ് ഇതൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അതല്ല, ഞാൻ കുറച്ച് കൺസീലർ മാത്രം ഒന്ന് കയ്യിൽ വെച്ചിട്ടുള്ളത്. കൺസീലർ അത് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഇപ്പോഴും കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയല്ല, അത് ഞാൻ കൊടുക്കാം, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും വേഗം, അത് ശരിയല്ലല്ലോ, അങ്ങനെ ഇതെല്ലാവർക്കും ഉള്ള സെയിം റൂളാണ്, അല്ലാണ്ട് ഒരാൾക്ക് മാത്രം പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഗസയിലൊരു പണിഷ്മെൻറ്റ് കൊടുക്കണ്ടേ? അപ്പോൾ അയ്യോ വേണ്ട ലാലേട്ടാ, പണിഷ്മെൻറ്റ് വേണ്ടെന്ന് നമ്മൾ ഗസയിൽ പറയുന്നുണ്ട്. അത് ശരിയല്ലോ, നിങ്ങളൊക്കെ എന്ത് പറയണമെന്ന് വെച്ചപ്പോൾ ആരും മിണ്ടുന്നില്ല കേട്ടോ. കാരണം ഒരാൾക്ക് പണിഷ്മെൻറ്റ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കും എന്തെങ്കിലും പ്രശ്നം വന്നാൽ പണിഷ്മെൻറ്റ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആരും വലിയ മിണ്ടുന്നൊന്നുമില്ല. അപ്പം ഗസലിന് എന്തായാലും പണിഷ്മെൻറ്റ് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഗസലിൻ്റെ സൂട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ഈ സൂട്ട് വേണമെങ്കിൽ ഇപ്പോൾ കണ്ടോ, ഇനി തിരിച്ച് നാട്ടിലേക്ക് അയക്കാൻ പോവാണ്, അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് സൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
ഇവിടെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉള്ളത് വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അതല്ലേ വേണ്ടത്. ഇതൊരു ഗെയിമല്ലേ, ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. അപ്പോൾ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് വേണ്ടേ കളിക്കാൻ എന്നൊക്കെ ലാലേട്ടൻ പറയാം. പിന്നെ പുകഞ്ഞ കൊള്ളി പുറത്ത്, അതിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്താക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഷാനവാസൊക്കെ പറഞ്ഞു അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇനിയും വേറെ ടാസ്ക് ഒക്കെ വരുമ്പോൾ അപ്പോൾ ലാലേട്ടൻ പറയും ഇനി വേറെ ചാൻസ് വരുമ്പോൾ പറഞ്ഞാൽ നിങ്ങൾ നോക്കിയിരിക്കുകയാണോ, നിങ്ങൾക്ക് സുഖമായിട്ട് പുറത്താക്കാവുന്നല്ലേ ഉള്ളൂ, നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ടല്ലേ കളിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ സോഫയിൽ എല്ലാവരും കൂടി ഇങ്ങനെ നിറഞ്ഞിരിക്കണമൊക്കെ, അതിനകത്ത് 1-2 പേര് പോയിരുന്നെങ്കിൽ ഇപ്പോൾ സോഫയിൽ എല്ലാവർക്കും ലാവിഷായിട്ടിരിക്കുകയായിരുന്നു. നിങ്ങളന്ന് കളയാത്തതുകൊണ്ടാണ് എനിക്കിപ്പോൾ എലിമിനേഷൻ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചാൻസ് പിന്നീട് കിട്ടണമെന്നില്ല. അപ്പോൾ എപ്പോഴാണോ ചാൻസ് കിട്ടി ആ സമയത്ത് അങ്ങനെ ഔട്ടാക്കാനല്ലേ നോക്കേണ്ടത്, അല്ലാതെ പിന്നീട് ഉപയോഗിക്കാം അങ്ങനെ ഇങ്ങനെ അതൊക്കെ പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടല്ലേ വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഷാനവാസിന് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ആദ്യം കുറച്ച് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വന്ന സമയത്ത്, ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു നിങ്ങളെന്താ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലോണം ഉറങ്ങണം, ഉറക്കത്തിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഫാമിലി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിയുടെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വൈഫിൻ്റെ അടുത്തും കുട്ടിയുടെ അടുത്തൊക്കെ സംസാരിച്ചു. അപ്പോൾ അവർ കുഴപ്പമില്ല, ഷാനവാസിന് അഡ്ജസ്റ്റബിളായി, വീട്ടിൽ കുഴപ്പമൊന്നുമില്ല, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഇനിയും വലിയ വലിയ ടാസ്കുകൾ വരുവാണ്, അപ്പം ഇപ്പോൾ തന്നെ ഇങ്ങനെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് വേണ്ടി റൂള് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഷാനവാസ് കുഴപ്പമില്ല നിൽക്കാം എന്ന് പറഞ്ഞു. പിന്നെ എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞു ഇത് നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ജിമ്മൊന്നും തന്നിട്ടില്ല, ഇങ്ങനത്തെ ഓരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പം എക്സസൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്നിട്ട് ഇപ്പോൾ ആരാണ് എക്സസൈസ് ചെയ്ത് ഒരു വാമപ്പൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റിയ ആളാരാണ് എന്ന് ചോദിച്ചപ്പം നവീനെയാണ് എല്ലാവരും സെലക്ട് ചെയ്തത്. അപ്പം നവീൻ പറഞ്ഞു ഓക്കെ ലാലേട്ട കുഴപ്പമില്ല, എല്ലാ ദിവസവും ഞാൻ വാമപ്പ് ചെയ്യിപ്പിക്കാം, ഇഷ്ടമുള്ളവർക്കൊക്കെ വരാം, ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആരും വന്നില്ലെങ്കിലും നവീൻ വാമപ്പ് ചെയ്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി. പിന്നെ അടുത്തത് മോഷണ കേസാണ് കേട്ടോ. മോഷണ കേസ് ഇവിടെ ഞാനാണ് ഏറ്റവും വലിയ കള്ളെന്ന് വിചാരിച്ചു, എന്നെക്കാളും വലിയ കള്ളന്മാരുണ്ട്, വന്ന ദിവസം തന്നെ മോഷണം തുടങ്ങിയെന്നൊക്കെ ലാലേട്ടൻ പറയാണ്. അപ്പോൾ നവീനാണ് മോഷ്ടിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായി, വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. പിന്നെ എന്നിട്ട് അക്ബറിന് കൺഗ്രാജുലേഷൻസ് പറഞ്ഞു വിൻ ചെയ്തതിന്, ആ ടാസ്ക് വിൻ ചെയ്തതിന്. പിന്നെ പേര് പറയുമ്പോൾ ചോദിച്ചാൽ അനീഷിന് കിട്ടിയിട്ടുള്ള പേര് ഏതായിരുന്നു പറഞ്ഞു മുള്ളം പന്നി. പിന്നെ അതിലെ നൂറയ്ക്ക് പൂമ്പാറ്റ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പേര്. പിന്നെ അനുമോളിന് പാവക്കുട്ടി, അവർക്ക് 3 പേർക്ക് അതിൻ്റെ പേരിട്ടിട്ട് ഒരു ബാൻഡ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഗസലിൻ്റെ പേരെന്തായിരുന്നു. അപ്പോൾ ഗസൽ പറഞ്ഞു എനിക്കാരും പേരിട്ടില്ല, എന്നെ ആരും സെലക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. പേരിട്ടില്ലേ, എന്നാൽ പിന്നെ നമുക്കിപ്പോൾ തന്നെ പേരിട്ടേക്കാം. പറഞ്ഞു അയ്യോ വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഓരോരുത്തരായിട്ട് പേര് പറയാം. മറ്റേ രേണുസുതി ബ്യൂട്ടി പാർലറിന് പേര് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു. പിന്നെ ഒരാൾ ശ്രീദേവിയുടെ പോലെ ഉണ്ട്, അയൺ ലേഡിയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഓരോ കമൻറ്റ്സ് പറയാം. പിന്നെ അതിനുശേഷം അക്ബറിൻ്റെ അടുത്ത് വീണ്ടും ചോദിച്ചു കേട്ടോ രേണുവിൻ്റെ അടുത്ത് ആ പേര് പറഞ്ഞ കാര്യം. അപ്പം പറഞ്ഞ അതും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല, ഇവിടെ പലരും പറയുന്നു സ്ത്രീത്വത്തിനെ അപമാനിച്ചു, അല്ലെങ്കിൽ മറ്റേ വിധവകളെ അപമാനിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ആ ഒരു ടൈമിൽ എന്ത് പറഞ്ഞാലും ആ രീതിയിൽ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ കുറച്ചൊരു ഈ ലേഡീൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അവരെ മാത്രമാണ് ഉദ്ദേശിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല, അത് വേറെ രീതിയിലോട്ടൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നുമില്ല, ഇനിയിപ്പം എന്തായാലും നിങ്ങൾക്കൊരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഒരു ആഴ്ച തരും, ആ ഒരാഴ്ചയിൽ രേണുവിനെ കൊണ്ട് നിങ്ങൾ നല്ലത് പറയിപ്പിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ ലാലേട്ടാന്ന് പറഞ്ഞിട്ട് ഇരുന്നു. പിന്നെ അപ്പാനെ അടുത്ത് ലാംഗ്വേജ് സൂക്ഷിക്കണം, നമ്മളുടെ പ്രേക്ഷകർ ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്ന ആൾക്കാർ വരെ കാണാനുള്ള പ്രോഗ്രാമാണ്, അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോഴും ലാംഗ്വേജ് ശ്രദ്ധിക്കണം. നമ്മൾ തമാശയൊക്കെ ഓക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും, പക്ഷേ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ സംസാരിക്കേണ്ടതായ അതിൻ്റെതായ ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ അപ്പാനി അടുത്ത് പറയാം കേട്ടോ. പിന്നെ അടുത്തത് ലാലേട്ടൻ പറഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് ഔട്ടാവുന്നുണ്ടോ എന്നൊരു സംശയം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും അതങ്ങനെ ഔട്ടാവുന്നുണ്ട്, പല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരും പലരും ഇതൊക്കെ അറിയുന്നുണ്ട്, ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ അറിയുന്നുണ്ട്. ഞങ്ങൾക്കൊരു ലെറ്റർ വന്നു എന്നൊക്കെ പറഞ്ഞൊരു ലെറ്റർ ഇങ്ങനെ വായിക്കുകയാണ്. ആ ലെറ്ററിനകത്ത് പറയുന്നുണ്ട് ഇവിടെ ഒരു എപ്പിസോഡ് കണ്ടാൽ ലൈവ് കണ്ടിട്ട് അതിൻ്റെ ഒരു റിവ്യൂ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ ഇടുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല മനസ്സിലാക്കാം, പക്ഷേ ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് വീഡിയോസൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്ന കാണുമ്പം അത് എങ്ങനെയെങ്കിലും ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഒരാൾ ലെറ്റർ എഴുതിയിരിക്കുന്നു. അപ്പം ഞാനായിട്ട് പറയുന്നത് നമ്മളുടെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഭയങ്കര എന്താ പറയുക സർപ്രൈസസും പിന്നെ ആരും
ഒരു നേരത്തെ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പല ടാസ്കുകളും കൊണ്ട് നിറഞ്ഞാണ്. അപ്പോൾ ആരെങ്കിലും ഇത് ഇന്ന സംഭവിച്ചു എന്ന് പറഞ്ഞ പ്രഡിക്ഷൻ പോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അത് നമ്മളുടെ പ്രോഗ്രാമിന് അതിൻ്റെ എന്താ പറയുക ആ സർപ്രൈസ് എലമെൻറ്റ് അതിനെല്ലാം ബാധിക്കും. അങ്ങനത്തെ ചില വീഡിയോ ഇവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു രേണു കാണിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം രേണു എന്ന് പറഞ്ഞ് ചിരിക്കണ്ട കേട്ടോ. എന്താ ചിരിക്കണേന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ രേണു ഇതിലൊരു വീഡിയോ പോയിട്ടുണ്ടല്ലോ, അതായത് ഈ ഫസ്റ്റ് എലിമിനേഷൻ ഞാൻ വന്നിട്ടുണ്ട്, അപ്പം അമ്മമാരും സ്ത്രീകളും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് രേണു പറഞ്ഞിട്ടൊരു വീഡിയോ കേട്ടോ. അത് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഇത് എവിടെ വന്നാണ്, ഇത് എങ്ങനെ നിങ്ങൾ അറിഞ്ഞ എലിമിനേഷൻ ആവുമെന്ന് എങ്ങനെ അറിഞ്ഞതെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു അത് അതിനിടയ്ക്ക് മറ്റേ ഇവരുടെ ടീം വന്നിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യണ പോലെയൊക്കെ കാണിച്ചു, ഇവിടെ എവിടെയെങ്കിലും ക്യാമറ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യണ പോലെയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ടോ ഇതൊക്കെ പറയണത്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു രേണു പറഞ്ഞു അതെനിക്ക് ചാനലുണ്ട് അതിലിട്ടതാ. അപ്പോൾ ഇതെപ്പോൾ അറിഞ്ഞു നിങ്ങൾ എലിമിനേഷനിൽ വരും എന്ന് എങ്ങനെ അറിഞ്ഞു? അല്ല അതിപ്പോൾ എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു ഫസ്റ്റ് എലിമിനേഷനിൽ ഉണ്ടാവും തോന്നിയിരുന്നു, അതുകൊണ്ടാണ്. ഇങ്ങനെ എത്ര വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചു. അല്ല അതാ ഇപ്പം എൻ്റെ കസിനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എടുത്താന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് സോറി ലാലേട്ടാന്ന് പറഞ്ഞു. സോറി ഒന്നും പറയണ്ട, ഇപ്പം എന്തായാലും കളിച്ച് കാണിച്ചു കൊടുക്കുക, അല്ലാണ്ട് വേറെ മൂന്നാമത്തെ ഒരാൾ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കളിക്ക് ഒരു കാര്യവും ചെയ്യാനില്ല. എന്തായാലും നമ്മൾ ജയവും തോൽവിയൊന്നും അവർക്ക് നിശ്ചയിക്കാൻ പറ്റില്ല, നമ്മളുടെ കളിയിൽ കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് 7ൻ്റെ പണി തരാനാണോ പരിപാടി, അങ്ങനെയാണെങ്കിൽ 8ൻ്റെ പണി തിരിച്ചു തരുവേ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു വാണിങ് പോലെയും കൊടുത്തു വിട്ടാ. പിന്നെ നവീൻ്റെ കളർ ഇവിടെ കള്ളനുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ എങ്ങനെയാണ് നവീൻ അതൊക്കെ കട്ടെടുത്തതെന്ന് കാണിച്ചു തരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തു വിട്ടാ എങ്ങനെയാണെന്ന്. പിന്നെ അതിൻ്റെ ഓരോ ആൾക്കാരുടെ ചോദിച്ചു ലാസ്റ്റ് വീക്കിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് പറഞ്ഞിട്ട് ചോദിച്ചു. അങ്ങനെ ഓൺലൈനിൽ പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിളാണ് ഇവിടെ. നമ്മൾ ഇപ്പോൾ ഗെയിം എങ്ങനെ വരും, എന്താണ്, എങ്ങനെ ട്വിസ്റ്റ് ഉണ്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയും. അനീഷ് ഞാൻ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു. എന്തുണ്ടായാലും ഞാൻ ഹാപ്പി. അപ്പം ലാക്കിട്ട് പറഞ്ഞു നിങ്ങൾ ഹാപ്പി, ബാക്കിയുള്ളവർക്കാണ് പ്രശ്നം നിങ്ങൾ കാരണം എന്ന് പറഞ്ഞു. പിന്നെ അഭിലാഷ് പറഞ്ഞു എല്ലാവരും ഭയങ്കരമായിട്ട് വിഷമിച്ചു, അങ്ങനെ ഇയാൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണം, പക്ഷെ ബാക്കി എല്ലാവരും ഭയങ്കര വിഷമിച്ചായിരിക്കണം. അനീഷ് ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് ഹാപ്പി ആവണേ, ഇയാളെല്ലാവരും വിഷമിപ്പിക്കണം. അപ്പം ലാലേട്ടൻ പറഞ്ഞു അങ്ങനെ ഇങ്ങനെ ഒരാൾ വിഷമിപ്പിക്കുന്നു എന്ന് പറയുന്നത് നമ്മളതിന് എഗെയിൻസ്റ്റ് നിൽക്കണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ലാലേട്ടൻ പറയണ്ടേ. പിന്നെ അപ്പാനിക്ക് ഭയങ്കര ദേഷ്യമാണെന്ന് വെച്ചപ്പോൾ അങ്ങനെ ദേഷ്യമല്ല ലാലേട്ട, അത് പിന്നെ ചില സമയത്ത് അങ്ങനെ വന്നു പോകുന്നു, അപ്പം ദേഷ്യം കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറയാനുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ദേഷ്യപ്പെടാറുള്ളൂ എന്നൊക്കെ അപ്പാനി പറയുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ കലാഭവൻ ശാരിക പറഞ്ഞു ഞാൻ ഹാപ്പിയാണ് ലാലേട്ടാ, ഞാൻ എല്ലാവരും എൻ്റെ പുറത്തുള്ള എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു നിനക്ക് അവിടെ പോയാൽ നിൽക്കാൻ പറ്റില്ല, നീ വേഗം തിരിച്ചു വരും അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരാഴ്ച ഞാൻ കുഴപ്പമൊന്നുമില്ല, ഫാമിലീനെ മിസ് ചെയ്തു അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരയാണ്ട് സമാധാനത്തോടെ ഞാൻ അവിടെ നിന്നിട്ടുണ്ട്, ഒരാഴ്ച എനിക്ക് എന്തായാലും നിൽക്കാൻ പറ്റിയിട്ടുണ്ട്, അപ്പോൾ ഇനി അത് കണ്ടിന്യൂ എന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്നിട്ട് ആദില നൂറ അവർ പറഞ്ഞു ആദ്യം ഞങ്ങൾ വരുമ്പോഴേക്കും ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നൊരു ഡൗട്ട് തോന്നി, പിന്നെ ഇവിടെ വന്ന് ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ മനസ്സിലായി ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല ആ സമയത്ത് തന്നെ നടക്കുന്ന സംഭവം എന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ രണ ഫാത്തിമ ഇവിടെ പോസിറ്റീവ് ഉണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ട് ലാലേട്ടാന്ന് പറഞ്ഞു. അപ്പം ആ നെഗറ്റീവിനെ പോസിറ്റീവ് ആക്കുക, നിങ്ങളുടെ വീടല്ലേ, നിങ്ങൾ വേണ്ടി അത് പോസിറ്റീവ് ആക്കാൻ, നെഗറ്റീവും പോസിറ്റീവും എല്ലാം കഴിഞ്ഞിട്ട് വേറെ തലത്തിലേക്ക് പോകണം, അതല്ലേ ഏറ്റവും കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ലോകം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ശാരിക പറഞ്ഞു ടഫാണ്, ഗെയിം ടഫാണ്, ഇനി ടഫസ്റ്റായി വരും എന്നറിയാം, എന്തായാലും പിടിച്ചേക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ RJ മിൻസി സ്വന്തമായി കളിച്ച് ജയിക്കണം എന്നാണ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതൊരു വേറൊരു ലോകം തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അനുമോൾ ഹാപ്പിയാണ്, ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറുള്ള പല ആൾക്കാരും കൂടെ ചേർന്നിട്ട് ഞാൻ ജീവിതത്തിൽ ഇതേ വരെ കണ്ടിട്ടില്ല ഇതുപോലത്തെ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത് മുഴുവൻ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ആര്യൻ കുറേ പണി കിട്ടി ലാലേട്ട, ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴും കറി കഴിക്കുമ്പോഴൊക്കെ ഞാൻ ഓർക്കും അമ്മയുടെ അടുത്ത് 3-4 ചപ്പാത്തി തരാൻ പറഞ്ഞ കാര്യമൊക്കെ ഓർക്കും എന്നൊക്കെ പറഞ്ഞു. ഫുഡൊക്കെ മിസ് ചെയ്യണ്ടല്ലേ, നിങ്ങളിവിടെ ഗെയിം കളിച്ച് വിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഓരോ സാധനങ്ങൾ ഓരോ ഐറ്റംസ് നിങ്ങൾക്ക് വിൻ ചെയ്യാം, എന്തായാലും നന്നായി കളിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ രേണുവിന് വീട്ടിൽ പോകണമെന്ന് വെച്ചാൽ അപ്പോൾ വേണ്ട, അല്ല ലാലേട്ട ഞാനൊരു ഹോസ്റ്റലിൽ പോലും മാറി നിന്നിട്ടില്ല. അപ്പോൾ ലാലേട്ട 15 മിനിറ്റാണ് ഇവിടെ വന്നത്, മാറി നിൽക്കാൻ വേണ്ടി ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാമെന്ന് പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് വേണം വീട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കാനല്ലേ എന്ന് ചോദിച്ചു. അല്ല അങ്ങനെയല്ല, അല്ല പോകണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ റെഡിയാണ്, ഇപ്പം തന്നെ വിടാൻ ഞങ്ങൾ റെഡിയാണെന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ശൈത്യ പറഞ്ഞു ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ബിഗ് ബോസ് ഹൗസ് എന്ന് വെച്ചാൽ ഒരു ഗുഹ പോലെയാണ്, ഒരു ഗുഹയിൽ പെട്ട പോലെയാണ്, അപ്പോൾ അതിൻ്റെ അകത്ത് മണ്ണിടിച്ചിലുണ്ടാവും, പല ടൈപ്പ് ജീവികളുണ്ടാവും, നമ്മളെല്ലാം അതിജീവിച്ച് മുന്നോട്ടും പോവുക.
അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അതാണ് പാപനാശിനി എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ വലിയ ഗുഹയെ കൂടെ അപ്പുറത്തെത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ വേറൊരു തലത്തിലേക്ക്, ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എത്തും എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇതും നമ്മളെ സ്വഭാവം പലതും മാറും അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ ബിന്നി പറഞ്ഞ് 7ൻ്റെ പണി എന്ന് പറഞ്ഞത് പ്രതീക്ഷിച്ചിരുന്നു, എന്നാലും അത്രയ്ക്ക് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇവിടെ ഉള്ളത് എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് 7ൻ്റെ പണി എന്ന് വെച്ചാൽ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ, ഇത് ഭയങ്കര. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇതൊക്കെ ഇതൊക്കെ വെറും സ്റ്റാർട്ടിങ്ങിലായിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് പണി വരാൻ കിടക്കുന്നല്ലേ, ഇതൊന്നും തുടങ്ങിയിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഗസൽ എന്താ ഗസൽ ഓക്കെ ആണെന്ന് വെച്ചപ്പോൾ ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഓക്കെ ആയേ പറ്റൂ, വേറെ വഴിയില്ല, ഇവിടെ ഇങ്ങനെയാണ്, ഈ എന്താണ് സിറ്റുവേഷൻ അതനുസരിച്ച് അങ്ങോട്ട് ജീവിച്ച് പോയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് ലാലേട്ടൻ പറഞ്ഞു നമുക്കപ്പം ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു റോബോ ഡോഗിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ പുതിയ റോബോ ഡോഗാണ്, ഇതിന് നിങ്ങൾക്ക് പേരിടാൻ ആഗ്രഹമുള്ള ആൾക്കാർ അവരുടെ സൈറ്റൊക്കെ പറഞ്ഞു, അതിലൂടെ പേരൊക്കെ സജസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പേര് ഞാൻ ഈ ഡോഗിന് ഇടാം, എന്നിട്ട് നമ്മൾ ഹൗസിനകത്തേക്ക് വിടുകയാണ്. അവൻ ഏത് റൂമിൽ വേണമെങ്കിലും കയറാം, എവിടെ വേണമെങ്കിലും കയറാം, ഒരു കുഴപ്പമില്ല, അവൻ നമ്മുടെ അടുത്ത് ഇൻഫർമേഷനൊക്കെ പറഞ്ഞു തരുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ റോബോ ഡോഗിനെ കാണിച്ചു വിട്ടാൽ. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. പിന്നെ നാളത്തേക്കുള്ള ട്രെയിലർ കാണിക്കണം. ട്രെയിലറിൽ സീസണിൻ്റെ ആദ്യത്തെ എവിക്ഷൻ ഒന്നിലധികം ആൾക്കാരോ എവിക്റ്റ് ആവും എന്ന് പറയുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്ന സംഭവങ്ങൾ കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് നാളത്തെ എപ്പിസോഡും അവിടുത്തെ വിശേഷങ്ങളും എവിക്ഷൻ ആരെങ്കിലും ആവുമോ അതെല്ലാം നമുക്ക് നാളെ കാണാം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.